തിരുവനന്തപുരത്തും ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം സെറ്റാണ്. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീയുടെ ഒക്കെ അവസാനവട്ട മിനുക്കുപണിയിലാണ് എല്ലാവരും. ഇപ്പോൾ ഞാനുള്ളത് കാട്ടാക്കടയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ തീർത്ഥാടന ദേവാലയം തൂങ്ങാമ്പാറയിലാണുള്ളത്. അവിടുത്തെ വികാരിയച്ഛനായ ഫാദർ ജോയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, ഇവിടുത്തെ ഞാൻ വന്ന് കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 30 അടിയോളം ഉയരത്തിലുള്ള ഈ പുൽക്കൂട് തന്നെയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുള്ളത്? ഞങ്ങൾ തൂങ്ങാമ്പാറ വിശുദ്ധ കൊച്ചുത്രേസ്യ തീർത്ഥാടന ദേവാലയം അതിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ക്രിസ്മസ് ഗ്രാമമാണ്. ക്രിസ്മസ് രാവ് 2024 എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുക. ഏകദേശം 30 അടി പൊക്കമുള്ള തിരുക്കുടുംബം, യൗസേപ്പ് പിതാവ്, പരിശുദ്ധ കന്യകാമറിയം, ഉണ്ണിയേശു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ 50ഓളം അടി പൊക്കമുള്ള ക്രിസ്മസ് പപ്പാഞ്ഞിയാണ് ക്രമപ്പെടുത്തിയത്. ഈ വർഷം ഞങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 30 അടി പൊക്കമുള്ള ഈ തിരുക്കുടുംബത്തിൻ്റെ ഇതും ഏകദേശം 15ഓളം പുൽക്കൂടുകളും ഒരുക്കിയിട്ടുണ്ട്. നിരവധി സാന്താക്ലോസുമാരും നമുക്കിപ്പോൾ ഇവിടെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ഈ സാന്താക്ലോസുമാരെല്ലാവരും ഒരു കരോൾ ഗാനം ആലപിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടൊരു പാട്ട് പാടുമല്ലേ? കണ്ടു ദൂരെ അങ്ങു മിന്നിൽ മിന്നും വരു താരം അങ്ങു വാനിൽ, കേട്ടോ കാതിൽ മിന്നും മിന്നും വാനദൂതർ പാടും മാതമാകം കരജാലം ഏറ്റുപാടി സ്നേഹഗീതം ശാന്തരാത്രിയിൽ കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം അങ്ങു വാനിൽ. അപ്പം എല്ലാവരും നല്ല സെറ്റായിട്ട് പാട്ടൊക്കെ പാടി. എനിക്ക് തോന്നുന്നു ഒരു പ്രാക്ടീസിംഗും കൂടിയാണ് ഇത്. വൈകുന്നേരം രാത്രിയോട് കൂടിയാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. നാളെയൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നത് നമുക്ക് ഈ അലങ്കാരങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും.